ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്നൊരു പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇതൊരു ഹാർഡ് കോർ വേൾഡല്ല, ഒരു സാധാരണ വേൾഡ്, മറ്റേ സർവൈവൽ വേൾഡാണ്. അപ്പോൾ കൂടുതൽ പറയാണ്ട് നമുക്ക് കളിയായിട്ടെടുക്കാം. ഫസ്റ്റ് നമുക്ക് മരങ്ങൾ വെട്ടാട്ടോ, പോയിട്ട് അങ്ങനെ ചെയ്യാം. ഇവിടെ വന്നിട്ട് സ്പോൺ അത്ര നല്ല സ്പോണല്ല. നമുക്ക് വീടൊക്കാനൊക്കെ വേറെ സ്പൂൺ നോക്കേണ്ടി വരും. പിന്നെ പെട്ടെന്ന് തന്നെ രാത്രി ആവണേറ്റുള്ളിൽ തന്നെ കുറച്ച് ഷിപ്പിനെ നമുക്ക് ഫിൽ ചെയ്തിട്ട് ഊളൊക്കെ എടുക്കാം. ഏതായാലും നല്ലത് അതായിരിക്കും. ഓക്കെ, കേട്ടോ. ഓക്കെ, നമുക്ക് എന്നിട്ട് ഫസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് ഇവിടുത്തെ അടുത്തുള്ള ആടുകളൊക്കെ ഒന്ന് പോയിട്ട് അല്ല, അതായിരിക്കും നല്ലത്. ഓക്കെ, വേറെ അത്ര കിട്ടി. വരണതായിരിക്കും. റീസ്പോൺ ആയോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അല്ലെങ്കിൽ കുഴിക്കുന്നുണ്ടാവും. പോയി നോക്കിയോക്കാം. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നിനെ. ഓ, റീസ്പോൺ ആയി. ഒന്ന് നോക്കിയോക്കാം. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ സോമ്പായ ഉണ്ട്. അല്ല, നമുക്ക് പോണ്ട. ഇതൊക്കെ നോക്കി പോട്ടോ. ഒരു 2 ഓളും കൂടി ഇനി സെറ്റ് ആക്കിയാൽ മതി. നോക്കില്ലേ, എന്താണ് ഇതിൻ്റെ വേൾഡ് ജനറേഷൻ. ഒരുമാതിരി കേവും മല എന്തൊക്കെയാ പോലെ. എന്നാലും നല്ല സ്പോൺ തന്നെയാണെന്ന് അത്ര തോന്നുന്നില്ല. കാരണം കണ്ടോ, കുറെ പൊത്തും കുറെ ഇതുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് വന്നിട്ട് ഇപ്പോൾ ഓള് വേണം. അതായിരിക്കും 2 ആട് 3 ആട്. ഓക്കെ, അപ്പോൾ 3 2 കൊന്നേക്കാം. ഓക്കെ, സെറ്റ്. ഓക്കെ, ഒന്നും തോന്നരുത്. ഓക്കെ, നമുക്ക് വന്നിട്ട് ഇതിനുകൊണ്ട് ഇതിനും കൂടി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു ചുവപ്പ് പൂണ്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബെഡ് ഉണ്ടാക്കണമായിരിക്കും ഏറ്റവും നല്ലത്. ബെഡ് ഉണ്ടാക്കിയേക്കാം. ബെഡ് ഉണ്ടാക്കി ഓൾറെഡി കയ്യിൽ വെച്ചിട്ടുണ്ട്. ഒട്ടും കൊണ്ട് ബെഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്നിട്ട് കുറച്ച് മൈനിങ് ഏരിയ സെറ്റാക്കാൻ ഫസ്റ്റല്ലേ. ഈ കേവിൽ പോയിട്ട് മൈൻ ചെയ്തതില്ലേ, അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അത് അവിടെ കുറച്ച് മറ്റേ സ്റ്റോൺ എന്നൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് പോകാം നമുക്ക്. ഇതിലൊക്കെ കിട്ടുകയാണെങ്കിൽ. ക്രാഫ്റ്റിൻ്റെ കൊടുത്തില്ല, അതല്ല എടുത്തിട്ട് വന്നാൽ. ഓക്കെ, നമുക്ക് എത്ര പെട്ടെന്നൊരു മാവ് ഫാം ഉണ്ടാക്കാനായിരിക്കും ഏറ്റവും നല്ലത്. മാവ് ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് അതിൻ്റെ പേര് വൈൻ ഫാം ഉണ്ടാക്കാം. ഇവിടെ രാവിലെയാണ്. അവിടെ ഏകദേശം കുഴപ്പമില്ല.
നമുക്ക് വന്നിട്ട് ഇത് ഒരു അയണയിൽ കിട്ടിക്ക് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കിയിട്ടേ നമുക്ക് കേവിനുള്ളിൽ ഇറങ്ങാമായിരുന്നു. എന്തെങ്കിലും അയണുണ്ടോ ഇവിടെ? കുറേ കോപ്പറുണ്ട്. ഇത് വലിയ അല്ലല്ല. ഇത് അതിന് മേലെ കുറച്ച് കോൾ ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് കോപ്പർ നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ വന്നിട്ട് അവിടെ നിന്ന് അയൺ കാണാനില്ല. നമുക്ക് മുകളിൽ ഇതിന് അവിടെ കയറിയേക്കാം. വഴി ഉണ്ടാകുന്നുണ്ട്, അവിടെ വഴിയുണ്ട്, കുഴപ്പമില്ല. ഓ വയ്ക്കാം. ഓക്കെ, ഇവിടെ അയൺ കാണാനില്ല. ഓക്കെ, നമുക്ക് മറ്റേ കുറച്ചൊരു കേവ് തന്നെയാണോ അത്? വിളിച്ചുള്ള കേവ്. ഓക്കെ, നല്ല രസമുണ്ട് സ്ഥലം കാണാൻ. നമുക്കൊന്നുകൂടി മേലെ കയറി വെക്കാം. ഇതിലൊക്കെ ഒരു അയൺ പീസിൽ കിട്ടും. ഒരു സവാന കണ്ടു, അവിടേക്ക് പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഒരു അയൺ. അപ്പോൾ ഫസ്റ്റ് ഷീൽഡ് ഉണ്ടാക്കിയതിന് ശേഷം ഇതാക്കാം. ഞാൻ വന്നിട്ട് അവിടെ സവാനിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ വന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, മറ്റേ സവാനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ സവാനയിൽ ഞാൻ വിചാരിച്ച ഇവിടെ ഒരു ഗ്രാവൽ പാച്ച് കണ്ടപ്പോൾ വിചാരിച്ച് ഇവിടെ ഇതുണ്ടാവും വിചാരിച്ചു, എന്താ പറയുക, അയൺ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ അവിടെ അയണൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ ഒരു ഏരിയ ഉണ്ട്, നമുക്കിപ്പോൾ അയൺ എടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഞാനിപ്പോൾ മൈനിങ് ഏരിയ മറ്റേ സാധാരണ എല്ലാവരും ചെയ്യണ പോലെ താഴത്തേക്ക് വെച്ച് പോകാമല്ലോ എന്നൊരു ചെറിയൊരു ഇതിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ അതിന് നമുക്ക് കേവ് കയറാനായിട്ട് പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷെ കേവ് കയറുമ്പോഴല്ല ഏറ്റവും കൂടുതൽ കിട്ടുക. ഇതൊക്കെ ആവട്ടെ. പക്ഷേ ഞാൻ ഇനി വീട്ടിലേക്ക് ഉള്ള വഴി പറഞ്ഞു, ഞാൻ കൂടുതലായിട്ട് നോക്കിയില്ല. ഇങ്ങോട്ടോട്ട് വന്നിട്ടുണ്ടാന്ന് അത്രണ്ട് പോവുക. ഇപ്പം ഏത് വഴി കൂടെ വന്നേ? ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാ, നേരെ പോവാ. ഇവിടോട്ട് ആയിരുന്നത് അവിടെ തന്നെ. നമ്മളിത് എവിടെയാണ് സ്പോണായത്? ഈ വെള്ളത്തിൽ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടി അങ്ങോട്ടായിട്ടുള്ളത്. ഇപ്പം നിൽക്കുന്ന സ്ഥലത്തേക്കായിട്ട് ഓഞ്ഞിനടുത്ത് നീന്താൻ പോലും സ്ട്രെങ്ത് ഇല്ല. ഇത് ഓൾറെഡി എൻ്റെ ഹങ്കർ ബാറൊക്കെ ഫുള്ള് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രാത്രി ആവാറായി. നമ്മളാ ഒരു ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ എടുക്കണം. ഓക്കെ, നമുക്ക് ഇതുണ്ടാക്കാനുള്ള കഴിയില്ല. ഫസ്റ്റത്തെ ഐറ്റം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമുക്കൊരു മൈനിങ് ഏരിയ കൂടി സെറ്റ് ആക്കിയേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേവൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാം എന്നാണല്ലേ. നമുക്ക് ഇവിടെ നമുക്ക് മറ്റേ മൈനിങ് ഏരിയ സെറ്റാക്കാം. നമുക്ക് അങ്ങനെ ക്ലാസിക് സാധനം സ്റ്റെപ്പ് മൈൻ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഒരു കുഴപ്പം എടുത്താൽ കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഫർണസ് ക്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ, ആവശ്യത്തിനായിട്ട് കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ,
വെച്ചൊക്കെ ഓക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് നമ്മൾ വന്നിട്ട് ഇതൊന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതിൽ വന്നിട്ട് ടഫായിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ വില്ലേജർ കണ്ടുപിടിക്കലായിരിക്കും. കാരണം ഇതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സവാനബായ ഉണ്ട്. ആ സവാനബായത്തിൻ്റെ അവിടെ ആയിരിക്കും ഇതുണ്ടാവുക, വില്ലേജ് ഉണ്ടാവുക. ഓക്കെ, ഞാൻ ഇവിടെ വെച്ചിട്ട് പറഞ്ഞു നിർത്തി. ഞാൻ കുറച്ച് അമ്മോട് ആർഗ്യൂ ചെയ്യായിരുന്നു. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇത് എന്താണ് എൻ്റെ പേര്, ഇത് വില്ലേജ് കണ്ടുപിടിക്കലായിരിക്കും ഏറ്റവും പണി. പിന്നെ സവാനഭയത്തിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വില്ലേജ് കിട്ടാൻ ചാൻസ് കൂടുതൽ. കാരണം ഇവിടെ കണ്ടില്ലേ, ഈ സ്പോൺ ഏരിയ ഒക്കെ കണ്ടില്ലേ, ഒരുമാതിരി സ്പോൺ ഏരിയയാണ്. ഇതിൻ്റെ മേലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല എന്താ പറയുക, ഇതിൻ്റെ ഒരു പകുതി മറ്റേ എന്താ പറയുക, ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ എക്സ്പ്ലനേഷൻ ചെയ്ത് തരിക, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതേപോലെയാണിത്. ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മൾ വന്നിട്ട് വില്ലേജ് കണ്ടുപിടിക്കണം. കുറേ വഴികളുണ്ട്. ഫസ്റ്റ് നമുക്ക് കുറച്ച് ആർമർ, അയൺ ആർമറൊന്നും ആവണ്ട, കോപ്പർ ആർമർ ആയാലും മതി. അതിൻ്റെ ശേഷം നമുക്ക് വന്നിട്ട് ഒരു വില്ലേജ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വില്ലേജ് നമുക്ക് നോട്ട് ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് വന്നിട്ട് ഫാം ഉണ്ടാക്കുക. അതായിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് വഴി. പിന്നെ അയൺ ഫാം ആണ് പോകാം നമുക്ക്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് വാനില മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. കാരണം ഞാൻ എന്നിട്ട് വാനില മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടില്ല, കുറേ മൂഡുകളൊക്കെ വിട്ടാൽ കളിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ പോയി നമുക്ക് മൈനിങ്ങിന്. ഓക്കെ, നമുക്ക് കുറച്ച് തോനെ മൈൻ ചെയ്യണം. ഏകദേശം അറിയാമല്ലോ എത്ര അയണ് കിട്ടാൻ എത്രത്തോളം പോകണമെന്ന്. അപ്പോൾ എത്ര വരെ നമുക്ക് മൈൻ ചെയ്തുകൊണ്ടെങ്കിൽ ഇരിക്കാം. അയണ് കിട്ടി, നമുക്ക് പെട്ടെന്ന് ഫസ്റ്റിന് അയണ് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ കോപ്പർ ആർമർ നിൽക്കണ്ട, അതിനുള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വില്ലേജൊക്കെ കണ്ടിരിക്കാൻ വേണ്ടി പോവുക. ആര് കേട്ട് നല്ലത് നോക്കി തോന്നുന്നു. എന്ത് ലെക്കാ നോക്ക്, ഞാൻ പോലും ഇത് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ കിട്ടുന്നുള്ളത്. ചില സമയത്തേക്ക് ലെക്കനെ ഉണ്ടാവില്ല, പക്ഷെ ഇത് നല്ല ലെക്കായിരുന്നു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സ്മെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് നേരെ പോവാം നമുക്ക് വില്ലേജ് കണ്ടിരിക്കാം. ഓക്കെ, ഞാൻ വന്നിട്ട് ജസ്റ്റ് നമുക്ക് സ്ലാബ് ആക്കാം. ഓക്കെ, നമ്മൾ സ്ലാബ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് അയണ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അയണ് ആവണ ടൈമിനുള്ളിൽ തന്നെ എന്താ ഇവിടെ ഇവന്മാരൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, കുട്ടികളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തേക്കാം നമുക്ക് ഫുഡിന് വേണ്ടി മാത്രം. വില്ലേജ് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ വീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതൊന്നും കില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇവന്മാരെ മാത്രം, ഷിപ്പിന് മാത്രമേ നമ്മൾ കൊല്ലേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡ് ഉണ്ടാക്കണം കുറേ, കാരണം പിന്നെ ലെതറും കളക്ട് ചെയ്യേണ്ടി വരും നമുക്ക് എൻജെൻറ്റിങ് സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വന്നിട്ട് മാക്സിമം വില്ലേജറുടെ അടുത്ത് നിന്ന് ട്രേഡ് ചെയ്യണത് ഒഴിവാക്കാൻ നോക്കുകയാണ്, കാരണം തലവേദനയാണ്. പിന്നെ വന്നിട്ട് നമ്മൾ വന്നിട്ട് SP ഫാമൊക്കെ നമുക്ക് ഉണ്ടാക്കാം ആർമർ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട്. തന്നെ കൊന്നേനെ പാകത്തിന്. ഓക്കെ, ഡബിനുള്ളുണ്ട്. ഓക്കെ, അവിടെ വേറെ ഒറ്റ. ഓക്കെ, അതും ക്ലിയർ. എന്താ വേറെ എടുത്ത അവിടെ ബ്ലാക്ക് ഷിപ്പ്. ഓക്കെ, കുഴപ്പമില്ല. മറ്റേതാ
ക്ലിയർ ആക്കിയിട്ടൊക്കെ. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ എത്താനുള്ള അത്രക്ക് ഫുഡ് ഇത് മതി തോന്നുന്നു. ഞാൻ കുറച്ചുകൂടി എടുത്തേക്കാം, എനിക്ക് നല്ല ദൂരം പോകണമെങ്കിലോ. നമുക്ക് ഒരു കളിയുടെ തുടക്കത്തിൽ നമുക്ക് വന്നിട്ട് വില്ലേജ് കിട്ടണമായിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനില്ല, നല്ലൊരു വഴി എന്താണ്. അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക, വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കുറേ ലൂട്ട് കിട്ടും. നമുക്കത് കഴിഞ്ഞിട്ട് പൊട്ടാറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം നമുക്ക് എന്താ പറയുക, വീറ്റ് മറ്റേ നമ്മൾ ഫാം ചെയ്യുന്നതിനകത്ത് നല്ലതായിരിക്കും പൊട്ടാറ്റോ. കാരണം അല്ലെങ്കിൽ നമുക്ക് അത് നല്ല ഫുഡാണ്, പൊട്ടാറ്റോ നല്ല ഫുഡാണ് വീറ്റിനെ കാട്ടി. ബ്രെഡ് ഉണ്ടാക്കി നമ്മൾ വെറുതെ അത് ഉണ്ടാക്കാനും 3 വീറ്റ് വേണം, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് പൊട്ടാറ്റോ കിട്ടിക്കഴിഞ്ഞാൽ. ആവശ്യത്തിനുള്ളതായി ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഓക്കെ, ഒരു ആക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് മരം കിട്ടാൻ പോകാം. അത് നമ്മൾ ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വന്നിട്ട് ഒരു ആക്സും ഉണ്ടാക്കണം. ഒരു അയൺ ആക്സ് ഉണ്ടാക്കണോ? ഉണ്ടാക്കിയേക്കാം. ഒരു നല്ല മണ്ടത്തരമായിരിക്കും തോന്നുന്നു ഉണ്ടാക്കിയത്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ വരണവരെ ഇതിൽ ഇത് ചെയ്യുന്നോട്ടെ. ഒരു പോണുള്ളൂ. നമുക്ക് ആ സോമ്പയത്തിലേക്ക് പോയിട്ട് കുറച്ച് മരം, ഇവിടെ നിന്ന് മരം കിട്ടാൻ തന്നെ ഇല്ല. ഇവിടെ ഒന്നും നല്ല സ്ഥലമില്ല. കുഴപ്പമില്ല, വെച്ചിട്ട് ഓണം പോലെ ഓട്ടെ. അവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഒരു കാടുണ്ട്. അത്രയും നല്ലത്. ഈ മരം വെട്ടേണ്ട ആവശ്യത്തിനാണ് വന്നാൽ മതിയല്ലോ. ഞാൻ കുറച്ച് മരം വെട്ടണം. കാണുന്ന രസം ഇങ്ങനെ വളർത്തി എനിക്ക് മരം വെട്ടാം. ഓക്കെ, അത് വെച്ചേക്കാം. ഓക്കെ, ഓക്കെ, വെക്കാൻ സ്ഥലമായിരിക്കും. അത് വെട്ടിയിട്ടാൽ മതി. മതി തോന്നുന്നു. അത് വെട്ടിയേക്കാം. നമുക്ക് ഒന്ന് ഒരു സ്മോക്കർ ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് വന്നിട്ട് ടൂൾസൊക്കെ എടുത്തേക്കണം. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ സ്മോക്കർ, അതിൻ്റെ പേര് ഫർണസ്, ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് നേരെ സ്മോക്കർ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. മട്ടൺ വെച്ചേക്കാം, അത് നല്ലത് തോന്നുന്നു. പക്ഷേ അടുത്ത് ഇതില്ല കത്തിക്കാനുള്ളത്. ഇത്ര മതിയാവുമെന്ന് വിചാരിക്കുന്നു. സെറ്റ്. ഇത് രണ്ടും എന്താ മതി. അതുകൊണ്ട് ഒന്ന് വയ്ക്കണം. ഇതിൽ എത്ര ആയി നോക്കട്ടെ. ഒരു 5 ആയിട്ടുള്ളൂ. അവരെ എന്താ ചെയ്യുക, അവരൊന്നും ചെയ്യാത്തതുകൊണ്ട് ക്രാഫ്റ്റിംഗ് എന്തൊക്കെ പൊട്ടിച്ചിട്ട് കൈ കൊടുത്തിട്ട് അങ്ങനെ വെറുതെ ചുറ്റി നോക്കാം. നമ്മൾക്ക് ഏത് വഴിക്കൂടെ പോകേണ്ടത്. നമുക്ക് സാധാരണമായി അവിടെ ഉണ്ട്, അങ്ങോട്ട് പോകണോ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ മരം കണ്ടില്ലേ, അങ്ങോട്ട് പോകണ വഴി കിട്ടും നല്ലത്. അവിടെ നിന്ന് വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വിളിച്ച ബോട്ടിൽ മറ്റേ എന്തിട്ട് വിളിച്ചോണ്ടല്ലേ ആർക്കും നല്ലത്. അങ്ങോട്ട് പോകാനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ശരി, നാളെ രാവിലെ നമുക്ക് പോയിട്ട് എന്തായാലും എടുക്കാം. ഇപ്പോൾ എന്തായാലും യാത്രയാവട്ടെ. ഓക്കെ, അതൊക്കെ എടുത്തോട്ടെ. എനിക്ക് എന്തോ പോലെ ഉണ്ടാവും. ശരി, നമുക്കൊന്ന് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ആ വെള്ളത്തിൻ്റെ ഒപ്പമാണ് അവരെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ,
നമുക്ക് ബെഡ് മുട്ടിച്ചേക്കാം. ഒക്കെ ക്ലിയർ. നമുക്ക് പോയാൽ മാത്രം മതി. ഓക്കെ, ഫുഡായി, എല്ലാതും ആയിട്ടുണ്ട്. നമുക്ക് പോവാം. രണ്ടല്ലേ ഫസ്റ്റ് തന്നെ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകാൻ നല്ലതായിട്ട് തന്നെയാണ്. നമുക്ക് ഇത്ര ഫുഡുള്ളതുകൊണ്ട് വെറുതെ മൈനിങ് ചെയ്തിട്ട് സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം പോയി തിരഞ്ഞാലൊക്കെ മതി. പക്ഷെ നമുക്ക് നോക്കിയേക്കാം. വെറുതെ നമ്മൾ ആ ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. കാരണം നമുക്ക് കളി തുടങ്ങാൻ്റെ ഫസ്റ്റത്തെ സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ലേ. എന്തായാലും നമുക്ക് ഫസ്റ്റ് എക്സ്പ്ലോറേഷൻ ചെയ്തേക്കാം. അതൊക്കെ നല്ലത്. ഞൊഡിന് എന്തെങ്കിലും പഞ്ചായത്തിലാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ കുറച്ച് ബ്രിഡ്ജ് ഉണ്ട്. ഓ അടിപൊളി അല്ലേ. ഷെയ്ഡ് റൂട്ട് കഴിഞ്ഞാൽ അടിപൊളിയാവും. സ്പ്രൂസാണോ? അതെ അതെ, സ്പ്രൂസ് ആണ്. എൻ്റെ ഒരു സാപ്ലിങ് വേണം. ഒന്നല്ല 4 നമ്മൾ നല്ലൊരു സംഭവം കണ്ടുപിടിച്ച് അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ എക്സ്പ്ലോറേഷൻ ഇറങ്ങണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണെങ്കിലേ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും. നമ്മളിപ്പോൾ തേടി വന്ന സാധനം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് നല്ല നല്ല സാധനങ്ങൾ ഓരോന്നോരോന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വെട്ടിയെടുക്കാം കേട്ടോ. കാരണം എൻ്റെ ഫേവറേറ്റ് ട്രീ ആണത്. നാളെ വേണം നമ്മൾ വീട്ടിലുണ്ട്. നോക്കാം, വീട്ടിലുണ്ട്. കാണാം കേട്ടോ, ഇന്ന് കുറിച്ചതാ. ഇപ്പോൾ താഴത്ത് എന്നിട്ട് പൊട്ടിക്കിടങ്ങേ നിന്ന് പൊട്ടിനെ കിട്ടാൻ പെട്ടെന്ന് കിട്ടും. കിട്ടില്ല. അതിന് കിട്ടില്ല. വേറെ സാധനം കിട്ടില്ല. നമുക്ക് ഒന്ന് എടുക്കാം. അതും കിട്ടിയിട്ടില്ല. നമ്മൾ നോക്കാം. നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് ചെക്ക് ചെയ്താൽ ആയാലും രണ്ടെണ്ണം കിട്ടിയുള്ളൂ. ഒരു 10 ഓ 10 എടുത്തിട്ടില്ല. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്നും കാണില്ല നോക്കട്ടാ. നമുക്കൊന്നും കാണാനില്ല. ഓ എവിടെ ഓ നാലായി. ഇവിടെ റീസ്പോൺ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അങ്ങനെ പോവാം. നമുക്ക് ഇങ്ങനെ പോവാം. നമ്മളിപ്പോൾ നമുക്ക് 4 സാപ്ലിങ് കിട്ടി. പിന്നെ അതൊരു സാധനം എടുക്കാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാധനം കൂടി നമുക്ക് കിട്ടിയെന്നുള്ളത്. ഇതാണത്. കുറച്ച് ബെറീസ് ഒന്ന് കളക്ട് ചെയ്തേക്കാം. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് ഫുഡിന് കുറച്ച് ഗ്യാരൻ്റി ആയി. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോവാം. വില്ലേജ് എത്ര ഇതേ പോലെ പോവാം. പിന്നെ പോണ വഴിക്കുള്ള ഷുഗർ കളക്ട് ചെയ്തേക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റാക്ക് ആവാൻ സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, അങ്ങനെ പോവാം. ഏകദേശം കുഴപ്പമാണ്. കുഴപ്പമൊന്നും അറിയാതെ നമ്മൾ ഏകദേശം ഒരു മാക്സിമം 500 ബ്ലോക്ക് അത്രയും പോയാൽ മതി. നമ്മൾ അതിന് മരക്ക് നമുക്ക് പോകണ്ട. കാരണം നമുക്ക് തിരിച്ചു വരാൻ കുറേ ടൈം എടുക്കും. ഓക്കെ, ഒരു ഓപ്പണിംഗ് ആണ്. നമുക്ക് തലത്തിച്ചാണ് ഒന്നും കാണില്ല. ഓക്കെ, ഒരു കാറ്റ് കഴിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ പോവാണ്. നമ്മൾ വന്നിട്ട് എന്തായാലും കിട്ടും നോക്കാം. പുതിയതായിട്ട് കിട്ടുന്ന ഒന്ന് കളക്ട് ചെയ്യാം. അവിടെ വന്നിട്ട് മാപ്പ് കാണാൻ വന്നിട്ട് താഴ്ന്നില്ല. ഓക്കെ, ഇവിടെ തന്നെ തോന്നുന്നു ഹെഡിൻ്റെ തോന്നുന്നുണ്ട്. കാരണം ഇവിടെ വന്നിട്ട് ഒന്നും കാണാതെ കടലാണ്. ഇനി എന്ത് ചെയ്യും, നമ്മൾ വന്ന വഴിക്ക് പോകേണ്ടിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന സവാനിലേക്ക് തന്നെയായിരിക്കും വില്ലേജ് ഉണ്ടാവുകയെന്ന്. നമ്മൾ എത്ര ബ്ലോക്ക് വന്നിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല പറയുമ്പോൾ ശരി, ഞാൻ വീട്ടിലെത്തിയിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോണിങ് ഏരിയ. നമ്മൾ കുറേ നടന്നു. ഒരു ദിവസം തന്നെ കഴിയാറായി. നമുക്ക് വില്ലേജ് കിട്ടിയില്ല. സാറില്ല, നമുക്ക് വന്നിട്ട് വേറെ കുറേ പണികളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ വെറുതെ വില്ലേജ് തരാൻ പോകണം വയ്യ. നമുക്കിനി മൈനിങ് ചെയ്തിട്ട് കുറേ അയണും കോളും പിന്നെ കോപ്പറൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മാഫാം കെട്ടിൽ തുടങ്ങാം. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ ഞാൻ പിന്നാലെ പോകാൻ വയ്യ. നമുക്ക് വന്നിട്ട്
ഇനി നമുക്ക് സവാന ബൈക്ക് പോയേക്കാം, അതായിരിക്കും നല്ലത്. ശരി, ഞാൻ വന്നിട്ട് മൈനിങ് ഏരിയ മൈൻ ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ നമ്മളെ ബോറടിപ്പിക്കാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് എന്താ പറയുക, ഞാൻ കളക്ട് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട എത്ര ഉണ്ടെന്ന്. അതിന് മുന്നേ ഞാൻ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോവുക, അതിന് കിട്ടണ ലൂട്ട് വെക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, 2 ചെസ്റ്റ് ഉണ്ട്. ഇതോട്ട് നോട്ടെ, ഒന്ന് നമുക്ക് മറ്റേ അയണ് അതൊക്കെ കിട്ടിയതിൻ്റെ ശേഷം ഇതിലേക്ക് വെക്കാം. ഓക്കെ, എന്നാൽ ഞാൻ മൈനിങ്ങിന് പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മൈനിങ്ങിന് വന്നിട്ട് കുറേ മണിക്കൂറായി. കാരണം നമ്മുടെ എന്താ പറയുക, സ്റ്റെപ്പ് മൈൻ ചെയ്തിട്ട് പോകാമെന്നുള്ള പ്ലാന് പാളി. കാരണം എന്താ വെച്ചാൽ 2 വട്ടം കൊണ്ട് കുഴിച്ചപ്പോൾ തന്നെ ആകെ വെള്ളത്തിൻ്റെ ചെളി. കാരണം ഫുള്ള് വാട്ടർ കേവാണ്. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. ഞാൻ വെള്ളത്തിനുള്ളിലേക്ക് ചാടി. വെള്ളത്തിനുള്ളിലേക്ക് ചാടിയിട്ട് ഒരു മറ്റേ മാഗ്മ ബ്ലോക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ കുറേ നേരം മൈൻ ചെയ്ത്, എന്നിട്ട് ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ അങ്ങനെയൊക്കെ നിർത്തി. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കാരണം ഇനി വീട്ടിൽ കൊണ്ട് വഴി പോലും അറിയില്ല. ആകെ ഇവിടെ മാത്രമേ കുറച്ച് വെള്ളം എത്തുള്ളൂ. ഇവിടേക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ നിറച്ച് മാപ്സാണ്. നമുക്ക് താഴത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. താഴത്തേക്ക് ഇറങ്ങാനല്ലേ നമ്മുടെ ലക്ഷ്യം വന്നിട്ട് മറ്റേ കോപ്പറും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യലല്ലേ. നമുക്ക് കാര്യം ചെയ്യാം. എവിടെ ഇറങ്ങിയാൽ പണിയാണല്ലോ. ഓക്കെ, നമുക്ക് എന്നിട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാം. താഴത്തേക്ക് തന്നെ ഇറങ്ങേണ്ടി വരും. താഴത്തേക്ക് ഇറങ്ങാം. നമുക്ക് എന്നിട്ട് ഫസ്റ്റ് നമുക്ക് അങ്ങോട്ട് ചാടാം. എന്നിട്ട് നമുക്ക് ആ സോമ്പിൽ അടിച്ചിട്ടിട്ട് നമുക്ക് ഇതാകാം. ഓക്കെ, ഈ അയണൊക്കെ നമുക്ക് പൊട്ടിച്ചിട്ടിട്ട് താഴത്ത് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വീകുമ്പോൾ തന്നെ നമുക്ക് ടോർച്ച് വെക്കും വേണം, പെട്ടെന്ന് ചെയ്ത് പിടിക്കും വേണം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഇങ്ങനെയുണ്ട്. ഇവിടെ ടോർച്ച് വെച്ചേക്കാം. ഇവിടെ ഒന്നും വരില്ല. ഓക്കെ, ഞങ്ങൾക്കിവിടെ കൂടെ ഒന്ന് ടോർച്ച് വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. താഴത്തെ അകലൊന്നും മേലക്ക് വരും, വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, പോട്ടെ. ഓക്കെ അടിപൊളി. അവിടെ ക്രീപ്പർ ഉണ്ട്, നമ്മൾ കണ്ണി കാണരുത്. അവൻ പൊട്ടിത്തെറിക്കണ്ടല്ല, പൊട്ടിത്തെറിക്കുമ്പോൾ ഈ ഓറൊക്കെ അല്പം ഡിലീറ്റ് ആയി പോകാൻ സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, ഇനി കുറച്ച് പേരെ പൊട്ടിത്തെറിപ്പിക്കുക. വാ. ഓക്കെ, അകത്തേണ്ട പണി ഇല്ല. ഓക്കെ, കുറേ പേരുണ്ട്, സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. ഓക്കെ, പൊട്ടിത്തെറിക്ക് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു ഒട്ടത്തെ പെട്ടെന്ന് അടിക്കാൻ നിൽക്കണ്ട. ഓടിപ്പോ. ടോർച്ച് ഇപ്പോൾ തീരുന്നു വണ്ടിൻ്റെ പരിപാടി. ഓക്കെ വാ. സ്പൈഡർ പെട്ട് ടോർച്ച് കഴിഞ്ഞ് അല്ലോ. ഓ പോടാ. ഓക്കെ, ജസ്റ്റ് മിസ്, രക്ഷപ്പെട്ട്. ഇപ്പോൾ തീർന്നാനെ ഒരു ടോർച്ച് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം എങ്ങനെ വീട്ടിൽ പോകാൻ പോലും അറിയില്ല. ഓക്കെ, പക്ഷെ ഒന്ന് ഹീൽ ചെയ്തേക്കാം. അവിടെ നിൽക്കട്ടോ, പോയിട്ടൊന്നുമില്ല. നമുക്ക് വേണമെങ്കിലേ ക്രൗച്ച് തട്ടി തയ്യൽ മാത്രം പൊട്ടിച്ചെടുത്തതിൻ്റെ ശേഷം കൊടുക്കാം. ഓക്കെ,
ഞാൻ ബാക്കിയുള്ളവർ വരുമ്പോൾ തന്നെ തുറന്ന് അടച്ച് വെച്ചിട്ടിരിക്കുക. ഓക്കെ, അതിലോട്ടെ ഇങ്ങോട്ട് പോവുക. നമുക്ക് ഇവിടെ നിന്ന് വരും കേട്ടോ. ഇങ്ങനെ മൈൻഡ് ചെയ്തിട്ട് ആർക്കും നല്ലത്. അപ്പം തീർന്നു വിചാരിച്ച് എന്തായാലും രക്ഷപ്പെട്ടു നമ്മൾ. ഓ എവിടെ തിരിഞ്ഞാൽ അയ്യോ വരുന്ന്. അയ്യോ പെട്ടല്ലോ ഇപ്പോൾ ഇത്. ഇങ്ങോട്ട് പോയാലും പണി, ഇങ്ങോട്ട് പോയാലും പണി. ഷേ എന്തപ്പം ചെയ്യ? അയ്യോ അയ്യോ ഇതിപ്പോൾ എന്തപ്പം ചെയ്യപ്പോൾ? ഇവിടെ നിർത്തിയാലോ വീഡിയോ? എന്തപ്പം ചെയ്യുക? ഓക്കെ, ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ടോർച്ച് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ട് പോവുക. എന്നിട്ട് നമുക്ക് എന്താ പറയുക, അവിടെ ടോർച്ച് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ലാശം റീസ്പോണ് സ്കെൽട്ടനൊക്കെ ഇതായി ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ട് പോയാൽ മാത്രം മതി. ഞാൻ വന്നിട്ടൊരു ഉണ്ടല്ലേ അയൺ ആർമർ 2 പീസ്, കോപ്പർ ആർമർ 2 പീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ വെപ്പൺസ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. പിന്നെ ഞാനൊന്നും PvP ഫൈറ്ററൊന്നുമല്ല, അത്ര നല്ല ഫൈറ്ററൊന്നുമല്ല. നോക്കാം, നമുക്ക് എസ്കേപ്പ് ആകാൻ മാക്സിമം നോക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവും. ഫസ്റ്റ് നമുക്ക് നോക്കിയോ കേട്ടോ എവിടെ നമ്മളുള്ളത്. ഓക്കെ, ഇങ്ങനെ മരക്കൂട് കയറി പോവുക. ഓക്കെ, മരക്കല്ല് കുഴിച്ച് വെച്ച് പോവുക. ആയിരിക്കും നല്ലത്. മാക്സിമം ഫൈറ്റ് നമുക്ക് ഒഴിവാക്കാം. ഇത് നല്ലത്. വലിയ കേവാട്ടോ, ഞാൻ വിചാരിച്ചിട്ട് എത്രയോ വലിയ കേവാണിത്. ഓക്കെ, മതിയോ? ലാഭം അവിടെ വെക്കും കേട്ടോ. പക്ഷെ തടം വരാൻ ലാഭം ഉണ്ടെങ്കിൽ തീരുമാനം. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ വന്ന വഴി എത്തിട്ടോ. നമുക്ക് മേലേക്ക് പോയാൽ മതി. ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ല, കാരണം മേലേക്ക് തന്നെ പോവുക. ഓക്കെ, വെള്ളം വന്നിട്ട് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. ഏകദേശം സ്ഥലം എവിടെയാണാവോ? നമുക്കത് അവിടെ സൈഡിലേക്ക് പോയിട്ട് കുറച്ച് സന്തോഷം. ഓക്കെ, തിരിച്ച് ടോർച്ച് കയ്യിലെടുത്തതിന് ശേഷം ഇനി മേലെ പോവുക. തീർന്നേ. ഓക്കെ, എന്തായാലും നേരത്തെ നോക്കാം. ഞാൻ അവർക്ക് ഹാർഡിലിട്ടുള്ളൂ, ഞാൻ ഇത്ര റിസ്ക് വരും. കുറച്ച് ടൈം എടുക്കും നമുക്ക് സാധനം സെറ്റാവാൻ. അങ്ങനെ നേരെ നേരത്തെ നോക്കാം. ഞാൻ ഈ ചെസ്റ്റ് ആയിട്ടുള്ളത് അതാണ് പെട്ടെന്ന് മറിക്കുന്ന സിറ്റുവേഷൻ വന്നാൽ ഞാൻ പെട്ടെന്ന് ചെസ്റ്റ് ഇട്ടിട്ട് ഈ സാധനം പെട്ടെന്ന് പഠിച്ചിട്ട് അത് മാറി കൊടുത്ത് തല പറ്റില്ല ചെറിയ സാധനക്കാരോ വിചാരിച്ചിട്ട് തിരിച്ചു പോവുക. വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പിടിച്ചു പോവുക. അങ്ങനെ
സർവ് ചെയ്തിട്ടുണ്ട്. കുഴിക്കാം. ഓക്കെ. ഓ ആ പേടിച്ച് ആദ്യത്തെ അടിയിൽ ടോർച്ച് നന്നായുള്ളൂ. ഓക്കെ, നമ്മൾ കടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓ ഓ നമ്മൾ ബേസിൻ്റെ അടുത്തന്നെ വന്നിട്ട് പക്ഷേ മച്ച് ക്രീപ്പറാണ്. ആ ബെഡ് പൊട്ടിച്ച് വരാൻ പറ്റി ഞങ്ങൾ രക്ഷപ്പെട്ട് കേട്ടോ. ഒരു മിനിറ്റ്, സാൻഡിൻ്റെ കൈമരുന്ന് മാറ്റിയിട്ട് ഓടി പോയിട്ട് ആ ഒരു സംഭവം എടുക്കുക. എന്നാണ്ട് പേര് ബെഡ് എടുക്കുക. ഓ നേരത്തെ സത്യമായി പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെ ചെയ്യാ? ഓക്കെ, എന്തെങ്കിലും ചെയ്യണേ. ആദ്യം 3 ക്രീപ്പറിനോട് വെക്കാം. എല്ലാവരും വാ. ഒരാളല്ല, അങ്ങോട്ട് പോലെ ഇടുക. എവിടെ ഒരുത്തിനോട് വരുത്തണം. മിനിറ്റ് എൻ്റെ അടുത്ത് വാ. ഓടിയോ. ആ ഞാൻ പൊട്ടിക്കോ. ഒന്ന് പൊട്ടിക്കോ. ഓക്കെ, ഒരുത്തിനോട് 2 പേര് അതെ. ഓക്കെ, വാ. പൊട്ട്. അങ്ങനെ ഗോ. ഓക്കെ. നമ്മളിപ്പോൾ സേഫാണ്. ഓക്കെ, കുഴപ്പമില്ല. ക്രീപ്പർ തണ്ട് മുന്നേ തന്നെ ഇറങ്ങി നീച്ചാൽ മതി. ഇനി പൊട്ടിയെടുക്കരുത്. ഓട് തിരിച്ചോട്. അങ്ങനെ ആരില്ല, രക്ഷപ്പെട്ട്. ഓ സമാധാനം. ഓക്കെ, നമ്മൾ ഡ്രോപ്പ് ചെയ്തില്ലേ? ഡ്രോപ്പ് ചെയ്ത്. ഓ അങ്ങനൊക്കെ രക്ഷപ്പെട്ടു. എന്നാണ് ഇങ്ങനെ നിൽക്കുന്നത്? മഴ പെയ്യണ വല്ല ലക്ഷണമുണ്ടോ? ഓക്കെ, സെറ്റ്. ഇനി ഒരു ക്രീപ്പർ കൊണ്ട് അവിടെ സ്പോണായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് റീസ്പോൺ ആയണോ? റീസ്പോൺ ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മളത് ഈ ഒരു വഴി ഉണ്ടല്ലോ, നമ്മൾ തിരിച്ച് കഴിഞ്ഞ് പോകാനേ പാടില്ല. കാരണം ഇപ്പം തന്നെ അടച്ചുകൊണ്ട് വയ്ക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. നമുക്കിതൊക്കെ നിർത്തി വെച്ചേക്കാം. നമുക്ക് കുറച്ച് മരം കൂടി വെട്ടിയിട്ട് കുറച്ച് കോപ്പിൾ സ്റ്റോണും കളക്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് വീഡിയോ സെറ്റാക്കാം. കയ്യിൽ സ്ഥലമില്ല, നമുക്കൊന്നും കിട്ടിയില്ല. നമുക്ക് വെറുതെ ആയി എല്ലാതും. ഓക്കെ, നമുക്ക് പോയിട്ട് കുറച്ച് ഒരു 2 സ്റ്റാക്ക് 3 സ്റ്റാക്ക് ഫുഡ് കളക്ട് ചെയ്യാം. ഓക്കെ. ഓ ഇല്ലെങ്കിൽ നമുക്ക് മറ്റേത് സാധനത്തിൻ്റെ പേരെന്താ? ബോണ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ മറ്റേ സാധനം എടുക്കാം. എവിടെ തരികണം വരില്ല. അപ്പോൾ 4 ബോണും കിട്ടിയിട്ടുണ്ട്, ഇതും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മരം ഉണ്ടാക്കിയേക്കാം. ഇതൊന്നും ഇവിടെ വെറുതെ നോട്ടെ, അപ്പോൾ എല്ലാം ആകുമ്പോൾ ആയിക്കോളും. ഓക്കെ, ഇത് വളരെ ഓക്കെ സെറ്റ്. ഓക്കെ, നമുക്കൊന്ന് ഇതുകൊണ്ട് കളക്ട് ചെയ്ത് പോയാൽ മാത്രം മതി. ഒരു 2 സ്റ്റാക്ക് മതിയാവുമെന്ന് വിചാരിക്കുന്നു. അല്ല 3 സ്റ്റാക്ക് മതിയാവും. നമുക്ക് കുറച്ച് ട്രാപ്പ് ടവർ ഉണ്ടാക്കാണ്ട് അതിനൊക്കെ ഫാമിന് വേണ്ടിയിട്ട്. ഞാൻ ഈ കളക്ട് ചെയ്യണതൊക്കെ ഒരു ടൈം ലാപ്സ് ആയിട്ടിട്ടാ.
നമ്മൾ എല്ലാ റിസോഴ്സും കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് കാണിച്ചു തരതാ. ഒരു 3 സ്റ്റാക്ക് വുഡ്, കുറച്ച് കോപ്പിൾ സ്റ്റോൺസ്, അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നാളെ നമുക്ക് മാഫാം ഉണ്ടാക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ ഉള്ളൂ. ഇനി എല്ലാവരും പോയിട്ട് നാളെ വരണം. നാളെ ഉറപ്പായിട്ട് വരണം. നാളെ എന്തായാലും വീഡിയോ വരും. അത്രേ ഉള്ളൂ.